ആകാശവാണി നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് ആർ പ്രദീപ്, ചീഫ് റിപ്പോർട്ടർ, ജന്മഭൂമി. അവതരണം സുധിൻ സൈനുദ്ദീൻ. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസം വൈകുന്നത് സംബന്ധിച്ചുള്ള അടിയന്തര പ്രമേയ നോട്ടീസുമായാണ് പ്രതിപക്ഷം ഇന്ന് സഭയിലേക്കെത്തിയത്. ഏറെ നേരത്തെ വാഗ്വാദത്തിന് ശേഷം ഭരണപക്ഷത്തിന്റെ അഭിപ്രായം മാനിച്ച് സ്പീക്കർ എൻ ഷംസീർ നോട്ടീസിന് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. ചോദ്യോത്തരത്തിന് ശേഷം കൽപ്പറ്റ MLA ടി സിദ്ദിഖാണ് നോട്ടീസ് അവതരിപ്പിച്ചത്. ദുരന്തം ഉണ്ടായി 8 മാസം കഴിയുമ്പോഴും ദുരന്തബാധിതർ നെട്ടോട്ടത്തിലാണെന്ന് ടി സിദ്ദിഖ് പറഞ്ഞു. ദുരന്തബാധിതർക്ക് വീട് വെച്ച് നൽകാനെത്തിയ സ്പോൺസർമാരെ ഏകോപിപ്പിക്കുന്നതിൽ സർക്കാരിന് ഗുരുതര വീഴ്ച പറ്റി. കുറ്റമറ്റ ഗുണഭോക്തൃ പട്ടിക പോലും തയ്യാറാക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ലെന്നും ടി സിദ്ദിഖ് ആരോപിച്ചു. കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് പുനരധിവാസ പട്ടിക തയ്യാറാക്കിയതെന്ന് നോട്ടീസിന് മറുപടി പറഞ്ഞ് റവന്യൂ മന്ത്രി കെ രാജൻ തിരിച്ചടിച്ചു. 120 കോടി രൂപ ഉപയോഗിച്ച് റോഡുകൾ പുനർനിർമ്മിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പുനരധിവാസം പുതിയ കേരള മോഡലിലായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഗുണഭോക്തൃ ലിസ്റ്റിൽ നിന്നും ദുരന്തബാധിതർ പുറത്താണെന്നും പരിക്കേറ്റവർക്ക് തുടർ ചികിത്സ ഉറപ്പാക്കാൻ പോലും സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്നും ടി സിദ്ദിഖ് തിരിച്ചടിച്ചു. കേന്ദ്ര സർക്കാരിന്റെ സമീപനവും സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമില്ലായ്മയും ചേർത്ത് വായിക്കണം. ഫേസ് 1 ലിസ്റ്റ് പോലും പൂർത്തിയായിട്ടില്ല. ദുരന്തബാധിതർക്ക് 10 സെന്റ് ഭൂമിയെങ്കിലും നൽകണം. പരിക്കേറ്റവരുടെ തുടർ ചികിത്സയ്ക്ക് പണം അനുവദിച്ച് ഉത്തരവിറക്കിയത് ഫെബ്രുവരിയിലാണ്. അതും 5 ലക്ഷം രൂപ മാത്രം. ദുരന്തബാധിതർക്കായി സർക്കാരിന്റെ സാന്നിധ്യമോ ഏകോപനമോ ഇല്ലെന്നും ടി സിദ്ദിഖ് കുറ്റപ്പെടുത്തി. എന്നാൽ കേരളത്തെക്കുറിച്ച് തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്നും സൈന്യം പോലും അഭിനന്ദിച്ച പ്രവർത്തനമാണ് സംസ്ഥാന സർക്കാർ നടത്തിയതെന്നും റവന്യൂ മന്ത്രി മറുപടി നൽകി. സ്ഥലമുടമകൾ കോടതിയെ സമീപിച്ചതാണ് പുനരധിവാസം വൈകാൻ കാരണമെന്നും ദുരന്തബാധിതരുടെ വീടുകൾക്ക് മാർച്ച് 27-ന് തറക്കല്ലിടുമെന്നും മന്ത്രി നിയമസഭയെ അറിയിച്ചു. അതിനാൽ തന്നെ സഭ നിർത്തിവെക്കേണ്ടതില്ലെന്നും സ്പീക്കറെ അറിയിച്ചു. പിന്നാലെ പ്രതിപക്ഷത്തിന്റെ നോട്ടീസ് തള്ളിയെന്ന് സ്പീക്കർ അറിയിക്കുകയായിരുന്നു. ദുരന്തമുണ്ടായി 8 മാസമായിട്ടും വയനാട്ടിലെ ദുരന്തബാധിതരുടെ പട്ടിക തയ്യാറാക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ലെന്നും പരിക്കേറ്റവർക്ക് ചികിത്സ നൽകാത്തത് ഗുരുതര പിഴവാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ വാക്കൌട്ട് പ്രസംഗത്തിൽ രൂക്ഷ വിമർശനം നടത്തി. പുനരധിവാസത്തിന് സംസ്ഥാന സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. കേന്ദ്ര സർക്കാരിന്റേതും ക്രൂരമായ അവഗണനയാണെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. സർക്കാരിന്റെയും ഉദ്യോഗസ്ഥരുടെയും ഭാഗത്തു നിന്നും എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് അതിനെ ഊതിവീർപ്പിച്ച് വലിയ വിഷയമാക്കി പ്രതിപക്ഷം മാറ്റിയിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കേന്ദ്രത്തിന്റേത് തെറ്റായ നടപടിയാണെന്ന നിലപാടാണ് കേരളത്തിലെ പ്രതിപക്ഷം സ്വീകരിച്ചത്. ദുരന്തത്തിൽ പരിക്കേറ്റവർ സ്വന്തം പോക്കറ്റിൽ നിന്നും പണം മുടക്കി ചികിത്സിക്കേണ്ട അവസ്ഥയിലാണ്. ഗുരുതരമായി പരിക്കേറ്റവർക്ക് പോലും ചികിത്സാ സഹായം നൽകുന്നില്ല. കഴിഞ്ഞ മാസം 22-ന് മാത്രമാണ് ചികിത്സ നൽകുന്നത് സംബന്ധിച്ച് ജില്ലാ കളക്ടർ ദുരന്ത നിവാരണ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് കത്തയച്ചത്. സമരങ്ങൾ വന്നതുകൊണ്ട് മാത്രമാണ് ഇത്തരമൊരു തീരുമാനം എടുത്തത്. കുട്ടികളുടെ വിദ്യാഭ്യാസം സംബന്ധിച്ച് MLA മുൻകൈയെടുത്ത് ഏജൻസികൾ ചില പദ്ധതികൾ നടപ്പാക്കിയതല്ലാതെ സർക്കാരിന്റെ പക്കൽ കുട്ടികളുടെ പട്ടികയെങ്കിലും ഉണ്ടോയെന്നും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിച്ചതെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. പ്രായമായ ആളുകളുടെ ആരോഗ്യ സംരക്ഷണത്തിന് പോലും സർക്കാർ ഒന്നും ചെയ്തില്ല. മരുന്ന് വാങ്ങാനുള്ള പണം പോലും നൽകിയില്ല. എല്ലാ ദിവസവും നൽകിയിരുന്ന 300 രൂപ 3 മാസം കഴിഞ്ഞപ്പോൾ നിർത്തി. പുനരധിവാസം അനിശ്ചിതമായി വൈകുകയാണ്. മന്ത്രിസഭായോഗം ചേർന്ന് തീരുമാനിക്കേണ്ട കാര്യത്തിലാണ് സാങ്കേതികമായ പ്രശ്നങ്ങൾ പറയുന്നത്. വാടക വീട്ടിൽ താമസിക്കുന്നവർ ജീവിക്കാൻ വേണ്ടി വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട്. സർക്കാർ അതിനെ പരിഗണിക്കുന്ന പോലുമില്ല. ജീവനോപാധികൾ നഷ്ടപ്പെട്ടവർക്ക് തൊഴിൽ നൽകാനുള്ള എന്തെങ്കിലും സംവിധാനം ഈ 9 മാസമായി ചെയ്തോ എന്നും കൃഷി നഷ്ടപ്പെട്ടവർക്കുള്ള നഷ്ടപരിഹാരം നൽകി അവർക്ക് ഏതെങ്കിലും പൊതുവായ ഇടത്ത് കൃഷി ഇറക്കാനുള്ള സൗകര്യം ഒരുക്കിക്കൊടുത്തോ എന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. കുടുംബശ്രീ മൈക്രോ ലെവൽ ഫാമിലി പാക്കേജ് ഉണ്ടാക്കിയെങ്കിലും സർക്കാർ പണം നൽകിയില്ല. 8 മാസമായിട്ടും പാക്കേജ് കടലാസിൽ ഉറങ്ങുകയാണ്. വായ്പകളുടെ തിരിച്ചടവിൽ കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിക്കില്ലെന്ന് മനസ്സിലായപ്പോൾ തന്നെ പകരം സംവിധാനം ഉണ്ടാക്കണമായിരുന്നു. UDF നേതൃത്വത്തിലുള്ള കാർഷിക സഹകരണ ബാങ്ക് 1 കോടിയോളം വരുന്ന വായ്പ എഴുതിത്തള്ളാൻ സർക്കാരിനോട് അനുമതി ചോദിച്ചിട്ടും ഇതുവരെ നൽകിയിട്ടില്ല. ബാങ്കുകളിൽ നിന്നും ജപ്തി നോട്ടീസ് വന്നുകൊണ്ടിരിക്കുകയാണ്. നഷ്ടപ്പെട്ട രേഖകൾ തിരിച്ചു നൽകാനുള്ള സംവിധാനവും മന്ദഗതിയിലാണ്. കർണാടകയിൽ ലോറിയുമായി അർജുനെ കാണാതായപ്പോൾ 73 ദിവസമാണ് തെരച്ചിൽ നടത്തിയത്. കാലാവസ്ഥ പ്രതികൂലമായപ്പോൾ ഈ തെരച്ചിൽ താൽക്കാലികമായി നിർത്തിവെച്ചു. അന്ന് നമ്മുടെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ കർണാടക സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചു. എന്നാൽ കാലാവസ്ഥ അനുകൂലമായപ്പോൾ തെരച്ചിൽ പുനരാരംഭിക്കുകയും അവർ അർജുനെ കണ്ടെത്തുകയും ചെയ്തു. വയനാട്ടിൽ 33 പേരെയാണ് കാണാതായത്. എന്നിട്ടും എത്ര ദിവസമാണ് നിങ്ങൾ തെരച്ചിൽ നടത്തിയതെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു.
33 പേരെ കാണാതായെന്ന് പ്രഖ്യാപിച്ചിട്ടും മരണ സർട്ടിഫിക്കറ്റ് പോലും ഇതുവരെ നൽകിയില്ലെന്നും അദ്ദേഹം വിമർശിച്ചു. ഇതോടെ ഇന്നും നാളെയുമായി മരണ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുമെന്ന് മന്ത്രി കെ രാജൻ സഭയെ അറിയിച്ചു. ചികിത്സാ സഹായമോ ജീവനോപാധികളോ കൃഷിസ്ഥലമോ നൽകാതെയാണ് 6 ഹെലിപ്പാഡ് പണിയാൻ പണം നൽകിയെന്ന് പറയുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വീണ്ടും വിമർശനം ഉന്നയിച്ചു. ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിൽ സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് വാക്കൌട്ട് ചെയ്യുന്നുവെന്നും സ്പീക്കറെ അറിയിച്ചു. തുടർന്ന് UDF അംഗങ്ങൾ സഭ വിട്ടു. പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി, അനൂപ് ജേക്കബ്, VK രമ തുടങ്ങിയവരും വിവിധ കക്ഷികളെ പ്രതിനിധീകരിച്ച് വാക്കൌട്ട് പ്രസംഗം നടത്തി. പിന്നാലെ സഭ ശ്രദ്ധ ക്ഷണിക്കലിലേക്ക് കടന്നു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം സമയബന്ധിതമായി പൂർത്തീകരിക്കേണ്ടതിന്റെയും അനുബന്ധ തുറമുഖങ്ങളുടെ വികസനം ഉറപ്പുവരുത്തേണ്ടതിന്റെയും ആവശ്യകത ഉന്നയിച്ച് അഹമ്മദ് ദേവർകോവിലാണ് ആദ്യ ശ്രദ്ധ ക്ഷണിക്കൽ അവതരിപ്പിച്ചത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2ഉം 3ഉം ഘട്ടങ്ങൾക്ക് പാരിസ്ഥിതിക അനുമതിയായി. ഇത് സംബന്ധിച്ച് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ഉത്തരവ് ലഭിച്ചതായി മന്ത്രി VN വാസവൻ മറുപടി നൽകി. വികസനത്തിനായി ഭൂമി കണ്ടെത്തുന്നത് കടൽ നികത്തിയായിരിക്കും. സ്വകാര്യ ഭൂമി ഏറ്റെടുക്കില്ല. വികസനത്തിന്റെ ഭാഗമായി കണ്ടെയ്നർ ടെർമിനൽ 1200 മീറ്റർ കൂടി ദീർഘിപ്പിച്ച് ആകെ 2000 മീറ്റർ ആക്കുമെന്നും ആദ്യഘട്ടത്തിൽ തുറമുഖ നിർമ്മാണത്തിനായി 63 ഹെക്ടർ ഭൂമി കടൽ നികത്തി വികസിപ്പിച്ചിരുന്നുവെന്നും മന്ത്രി സഭയെ അറിയിച്ചു. ഇടുക്കി ജില്ലയിൽ കാർഡമം ഹിൽ റിസർവ് മേഖലയിൽ പട്ടയം നൽകുന്നത് സുപ്രീംകോടതി ഇടക്കാല ഉത്തരവിലൂടെ വിലക്കിയിട്ടുള്ളതിനാൽ കേന്ദ്ര അനുമതി ലഭിച്ച ഭൂമിയിൽ പട്ടയം വിതരണം ചെയ്യുന്നത് സംബന്ധിച്ച സുപ്രീംകോടതി സ്റ്റേ ഒഴിവാക്കുന്നതിനായി സ്പീക്കർ നടപടി സ്വീകരിക്കുന്നത് സംബന്ധിച്ചുമായിരുന്നു PJ ജോസഫിന്റെ ശ്രദ്ധ ക്ഷണിക്കൽ. സർക്കാർ അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം തേടിയിട്ടുണ്ടെന്നും അത് കിട്ടുന്ന മുറയ്ക്ക് നടപടിയെടുക്കുമെന്നും റവന്യൂ മന്ത്രി കെ രാജൻ മറുപടി നൽകി. തുടർന്ന് രമേശ് ചെന്നിത്തല, കെ ആൻസലൻ, വി ജോയി, കെ പ്രേംകുമാർ തുടങ്ങിയവർ സബ്മിഷനുകൾ അവതരിപ്പിച്ചു. തുടർന്ന് N ജയരാജ് നൽകിയ 2021 കേരള വ്യവസായ ഏകജാലക ക്ലിയറൻസ് ബോർഡുകളും വ്യവസായ നഗരപ്രദേശ വികസന ചട്ടങ്ങൾക്ക് ഭേദഗതികൾ സഭ പരിഗണിച്ചു. അതിനുശേഷം 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റിലെ വാഹന നികുതികൾ, വൈദ്യസഹായ രംഗവും പൊതുജനാരോഗ്യവും കുടുംബക്ഷേമം, മത്സ്യബന്ധനം, വൈദ്യുത പദ്ധതികൾ എന്നീ വകുപ്പുകളിലെ ധനാഭ്യർത്ഥനകളെ സംബന്ധിച്ച ചർച്ച ആരംഭിച്ചു. TI മധുസൂദനൻ, M വിൻസെന്റ്, CK ആശ, AKM അഷ്റഫ്, ഡോക്ടർ N ജയരാജ്, VK പ്രശാന്ത്, KK രമ, KU ജനീഷ് കുമാർ, UR പ്രദീപ്, U പ്രതിഭ, സനീഷ് കുമാർ ജോസഫ്, KJ മാക്സി, മുരളി പെരുന്നെല്ലി, ശാന്തകുമാരി K, P ഉബൈദുള്ള, G സ്റ്റീഫൻ, സേവ്യർ ചുറ്റിലപ്പള്ളി, അഹമ്മദ് ദേവർകോവിൽ, ഡോക്ടർ MK മുനീർ, വാഴൂർ സോമൻ, H സലാം, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുത്തത്. തുടർന്ന് വിവിധ മന്ത്രിമാരുടെ മറുപടിയോടെ സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. നാളെ വീണ്ടും സഭ ചേരും. നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന്.